ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തകർന്നു കിടക്കുക. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഓരോ ദിവസവും. എത്ര റിപ്പോർട്ടുകൾ നിങ്ങൾ ചെയ്തു? നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കണ്ട എത്ര പേരാണ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം മരിച്ചത്? നമ്പർ 1 കേരളം എന്ന് ദുബായി പോയി പ്രസംഗിക്കുമ്പം ഇവിടെ ആൾ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആശുപത്രിയുടെ അനാസ്ഥ. നമ്മുടെ എഡ്യൂക്കേഷൻ രംഗത്ത് PM ശ്രീ വിവാദം ഞങ്ങൾ ഉണ്ടാക്കിയതല്ലല്ലോ. ഇവിടെ നടക്കുന്ന എന്താണ്? മോഡി ഗവൺമെന്റിന്റെ പരിപാടികൾ നടപ്പിലാക്കാനുള്ള തിടുക്കമാണ് പിണറായി വിജയനുള്ളത്. അത് വിധേയത്വത്തിന്റെ സ്വഭാവമാണ്. ശരിയായ വിധേയനായിട്ട് മോഡിക്ക് മുന്നിൽ വിധേയനായി നിന്നുകൊണ്ട് ജനവിരുദ്ധ നയങ്ങളും വർഗീയ വിരുദ്ധ നയങ്ങളും നടപ്പിലാക്കുന്ന തിരക്കിലാണ് ഈ സർക്കാർ. ക്ലിയർ നമുക്ക് എവിടെയും കാണാൻ പറ്റും. പല സ്ഥലങ്ങളിലും BJPക്ക് കാൻഡിഡേറ്റ് ഇല്ല. അപ്പോൾ ഇത് കൃത്യമായിട്ടും കേന്ദ്രവുമായിട്ടുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പരാജയം മനസ്സിലാക്കിയപ്പോൾ അവർ പല വിഷയങ്ങളും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി. ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന 4ാമത്തെ ദിവസം എന്നോട് ചോദിക്കുന്നു ഇതേ ചോദ്യം. എന്നോട് ചോദിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം ഞാൻ പ്രതികരിച്ചൊരു വിഷയമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഈ ഒരു വിഷയം മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്? അപ്പൊ കേരളത്തിലെ സർക്കാരിന്റെ ഒരു കാര്യവും ചർച്ച ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞില്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ, ഒളിച്ചോടിയിട്ടില്ലല്ലോ. ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല. ഞങ്ങളക്കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. മറ്റേതൊരു പാർട്ടിയെക്കാളും ഇല്ല ഒരഭിപ്രായം, രണ്ടഭിപ്രായമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അല്ല, ഇതിനപ്പുറം വേറൊന്നുമില്ല ചോദിക്കാൻ. നാഷണൽ ഹെറാൾഡ് കേസ് അതിപ്പോ എന്താ പ്രശ്നം? കാരണം നിങ്ങളിത് ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും എന്ന് പറയുന്നത് വ്യക്തമായിട്ടും കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ടാർഗറ്റ് ചെയ്യാനുള്ള ഏജൻസികളാണ്. അവരെത്ര കേസ് എടുത്താലും ഞങ്ങൾക്ക് ഒരു ചുക്കില്ല. രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് പോലും എടുത്ത് കളഞ്ഞല്ലോ കേസിന്റെ പേരിൽ. ലോക്സഭാ മെമ്പർ സ്ഥാനം പോലും കളഞ്ഞല്ലോ. ഇപ്പോൾ EDയെ ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് എന്താണ്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI ഒരു ഭാഗത്ത്, ഇലക്ഷൻ കമ്മീഷൻ മറ്റൊരു ഭാഗത്ത്. ഇപ്പോൾ SIR എക്സസൈസ് നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ചയാവാത്തത്? സത്യത്തിൽ ആളുകളുടെ വോട്ട് മാറ്റാനുള്ള ഒരു എക്സസൈസാണ് SIR. ആളുകളുടെ വോട്ട് ശുദ്ധീകരിക്കാനല്ല, ടാർഗറ്റഡ് ഡിലീഷന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് SIR ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ അത് CPM അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമത്തിലാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമത്തിലാണ്. ഇലക്ഷൻ കമ്മീഷൻ, CBI, ED ഈ പറയുന്ന എല്ലാ ഏജൻസികളെയും പിടിച്ചുകൊണ്ട് ജനാധിപത്യം കംപ്ലീറ്റ് കശാപ്പ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇൻഡിപെൻഡൻ്റായി ചിന്തിക്കുന്നവരെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാജ്യത്ത് വ്യാപകമായിട്ട്. ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമല്ല, ഞങ്ങളുടെ മുന്നണി മാത്രമല്ല, എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി വളരെ കടുത്ത പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ മുന്നേറ്റമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കും. ഈ കേസൊന്നും കൊണ്ട് പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരുപാട് കേസ് കണ്ടതാണ്. ശശി തരൂർ എപ്പോഴും വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത്. അത് അപ്പോഴല്ലേ നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി കാണേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, BJPയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ എങ്ങനെ പോഴ്ത്തിയിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് BJPയിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? CPMൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജനാധിപത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്ന ഫ്രീഡം ഓഫ് ഇതുണ്ടല്ലോ. നേരത്തെ മോദിയെ പുകഴ്ത്തിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ തരൂരിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, അതും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? ജനാധിപത്യത്തിൽ അഭിപ്രായങ്ങൾ പറയാനും ഡിഫർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ പറയുന്നവരാണ് തീരുമാനിക്കേണ്ടത്. എന്നെ ജയിപ്പിച്ച മഹാജനങ്ങളും പാർട്ടിയും അവരുടെ കഠിനാധ്വാനം, ആ തെരഞ്ഞെടുപ്പിൽ ഈ BJPയും മോഡിയും എത്ര ശക്തമായിട്ടാണ് ഞാൻ എന്നെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി എന്ത് മലീമസമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നവർ PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ,